ഹലോ കുട്ടികളെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് 6ാം ക്ലാസ്സിലെ 11ാമത്തെ ചാപ്റ്റർ ലെറ്റർ മാത്തിൻ്റെ കണ്ടിന്യൂഷനാണ്. അടുത്തതായി നമ്മൾ പഠിക്കുന്ന സെക്ഷൻ ലെറ്റർ മൾട്ടിപ്ലിക്കേഷൻ എന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ഞാൻ 4 ട്രയാങ്കിൾസ് വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് മാച്ച് സ്റ്റിക്ക് ഉപയോഗിച്ചാണ് വരച്ചിരിക്കുന്നത്, അതായത് തീപ്പെട്ടിക്കൊള്ളി കൊണ്ടല്ലേ. അപ്പോൾ ഇവിടെ എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? 1 2 3 4 അല്ലേ. 4 ട്രയാങ്കിൾസ് നമുക്ക് ഈ ഫിഗറിൽ നോക്കിയാൽ കാണാം. ഇവിടെ ഈ ഒരു ട്രയാങ്കിൾ നിർമ്മിക്കാൻ എത്ര മാച്ച് സ്റ്റിക്ക്? ഇപ്പോൾ ഞാൻ ലൈൻ വെച്ചാണ് വരച്ചിരിക്കുന്നത്, ടെക്സ്റ്റിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ മാച്ച് സ്റ്റിക്കായിട്ട് കാണാം, തീപ്പെട്ടിക്കൊള്ളിയായിട്ട് കാണാം. ഇപ്പോൾ ഒരു ട്രയാങ്കിൾ നിർമ്മിക്കാൻ ഇവിടെ 3 മാച്ച് സ്റ്റിക്കാണ് ഉപയോഗിച്ചത്, 3 തീപ്പെട്ടിക്കൊള്ളി ഉപയോഗിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ 4 ട്രയാങ്കിൾസ് നിർമ്മിക്കാൻ എത്ര മാച്ച് സ്റ്റിക്സ് വേണം, എത്ര തീപ്പെട്ടിക്കൊള്ളി വേണം? അപ്പോൾ ഒരു ട്രയാങ്കിളിന് 3 ആണല്ലോ. അപ്പോൾ നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ്, തീപ്പെട്ടിക്കൊള്ളികളുടെ എണ്ണം, എത്ര ട്രയാങ്കിൾസ് ആണോ അതിനെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി? 3 കൊണ്ട് ഇൻറ്റു ചെയ്താൽ പോരെ. ഒരു ട്രയാങ്കിളിൻ്റെ 3, അപ്പോൾ 4 ട്രയാങ്കിളിന് 4 × 3 എന്ത് കിട്ടും? 12 കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ലെറ്റർ മാത്തിൽ ലെറ്റേഴ്സ് ഉപയോഗിച്ച് എങ്ങനെ പറയാം? അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ് അല്ലേ. നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ്, തീപ്പെട്ടിക്കൊള്ളികളുടെ എണ്ണം. തീപ്പെട്ടിക്കൊള്ളികളുടെ എണ്ണം കണ്ടുപിടിക്കാൻ എന്താ വേണ്ടത്? ഈ 3 എന്ന് പറയുന്നത് വാല്യൂ ഫിക്സഡ് ആണ്, കാരണം എല്ലാ ട്രയാങ്കിളിനും 3 ഉണ്ട്. 3 എന്ന് പറയുന്നത് തീപ്പെട്ടിക്കൊള്ളികളുടെ എണ്ണമാണ്. ഇവിടെ എന്തിലാണ് വ്യത്യാസം വരുന്നത്? ട്രയാങ്കിൾസിൻ്റെ എണ്ണത്തിലല്ലേ വ്യത്യാസം വരുന്നത്. ഇപ്പം 4 ആണെങ്കിൽ 12 കൊള്ളി വേണം, 5 ആണെങ്കിൽ 5 × 3 നമ്മൾ 15 എഴുതിയേനെ. അപ്പോൾ നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ് കാണാൻ നമ്പർ ഓഫ് ട്രയാങ്കിൾസിനെ നമ്മൾ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യുന്നു? 3 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു അല്ലേ. ഇവിടെ ഇപ്പോൾ 4 എണ്ണേ ഞാൻ വരച്ചിട്ടുള്ളൂ. ഇപ്പോൾ 5 ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്ക് 15 തീപ്പെട്ടിക്കൊള്ളി വേണം അല്ലേ, അതായത് 5 × 3 ചെയ്തേനെ. അപ്പോൾ അതൊരു ഇക്വേഷനായിട്ട് എഴുതിയാൽ നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്രയാങ്കിൾസിനെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സിനെ ഞാൻ m എന്നെടുക്കും, അതുപോലെ നമ്പർ ഓഫ് ട്രയാങ്കിൾസിനെ ഞാൻ t എന്നെടുക്കും, × 3. ഓക്കെ, ഒരു ഇക്വേഷൻ ആയില്ലേ. ഇനി ഒരു നമ്പറും ഒരു വേരിയബിളും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇൻറ്റു ഇടേണ്ട ആവശ്യമില്ല, നമ്മൾ ആ നമ്പറും ആ ലെറ്ററും കൂടെ എന്ത് ചെയ്താൽ മതി? ചേർത്ത് എഴുതിയാൽ മതി. m = 3t എന്ന് വെച്ചാൽ അതിനർത്ഥം m എന്ന് പറയുന്നത് 3 × t എന്നതാണ്. ഇനിയിപ്പോൾ മാച്ച് സ്റ്റിക്സിൻ്റെ എണ്ണം തന്നിരുന്നാൽ ട്രയാങ്കിളിൻ്റെ എണ്ണം അങ്ങനെ കണ്ടുപിടിക്കും. 12 മാച്ച് സ്റ്റിക്സ് ഉണ്ട്. നമുക്ക് എത്ര ട്രയാങ്കിൾ നിർമ്മിക്കാം? 12നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 ട്രയാങ്കിൾ എന്ന് കിട്ടത്തില്ലേ. അതായത് നമ്പർ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുന്നത്? നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് നോക്കിയാൽ മതി. തീപ്പെട്ടിക്കൊള്ളികളുടെ എണ്ണമാണെങ്കിൽ ട്രയാങ്കിളുടെ എണ്ണം കണ്ടുപിടിക്കാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതുപോലെ മാച്ച് സ്റ്റിക്സിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ 3 കൊണ്ട് ഇൻറ്റു ചെയ്തു അല്ലേ. ഇതും നമുക്ക് ഇക്വേഷനാക്കി എഴുതാം. t = മാച്ച് സ്റ്റിക്സിന് m എന്ന് കൊടുക്കുക, m/3. കണ്ടോ, ഇങ്ങനെ നമുക്ക് എഴുതാൻ സാധിക്കും. അടുത്ത ചിത്രങ്ങൾ നോക്കൂ. ഇനി ട്രയാങ്കിൾസ് ഇങ്ങനെ വരച്ചാൽ നമുക്ക് മാച്ച് സ്റ്റിക്സുകൾ എങ്ങനെ എഴുതാൻ സാധിക്കും? ഇപ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിളാണ് ഉള്ളത്. ഒരു ട്രയാങ്കിളിൽ എത്ര മാച്ച് സ്റ്റിക്സ് വേണം? 3 മാച്ച് സ്റ്റിക്സ് വേണം അല്ലേ. ഇവിടെ 2 ട്രയാങ്കിളിനാണെങ്കിലോ 1 2 3 4 5 മാച്ച് സ്റ്റിക്സ് വേണം അല്ലേ. 3 ട്രയാങ്കിളിന് 1 2 3 4 5 6 7 മാച്ച് സ്റ്റിക്സ്. ഓക്കെ, 4 എണ്ണത്തിനാണെങ്കിലോ 9. അപ്പോൾ ഇനി 5ഉം 6ഉം എടുക്കുകയാണെങ്കിൽ എത്ര കിട്ടുന്നേ? എങ്ങനെ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം? ഈ 3 എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? 1 × 2. 1 × 2 എത്രയാണ്? 2. 2 + 1 ആണ് ഈ 3. ഓക്കെ, അതുപോലെ ഈ 5 എങ്ങനെയാണ് കിട്ടിയത്? ഈ 2 ട്രയാങ്കിൾ അല്ലേ, അപ്പോൾ 2 × 2 + 1 അങ്ങനെയാണ് ഈ 5 കിട്ടിയത്. 7 എങ്ങനെയാണ് കിട്ടിയത്? 3 × 2 + 1. 3 × 2 6, 6 + 1 7. 9 എങ്ങനെയാണ് കിട്ടിയത്? ഈ 4 × 2 + 1. ഓക്കെ, അപ്പോൾ അടുത്ത 5 ട്രയാങ്കിൾ ആണെങ്കിൽ എങ്ങനെ ചെയ്ത് നോക്കും? 5 × 2 + 1. 5 × 2 എത്രയാണ്? 10. 10 + 1 11 മാച്ച് സ്റ്റിക്സ് വേണം അല്ലേ. 6 ആണെങ്കിൽ എങ്ങനെ എഴുതും? 6 × 2 + 1. 6 × 2 എത്രയാണ്? 12. 12 + 1 13. ഇങ്ങനെ നമുക്ക് റിലേഷൻ എഴുതാൻ പറ്റും. അപ്പോൾ നമ്പർ ഓഫ് ട്രയാങ്കിൾസിനെ നമുക്ക് എന്തെടുക്കാം? t എന്നെടുക്കാം. നമ്പർ ഓഫ് ട്രയാങ്കിൾസ് t. നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ് ആണെങ്കിലോ m.
അപ്പോൾ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ടി, നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ് എം. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? എം ഈക്വൽസ് എന്താണ്? നമ്പർ ഓഫ് ട്രയാങ്കിൾസിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം അല്ലേ? നമ്പർ ഓഫ് ട്രയാങ്കിൾസിനെ നമ്മൾ എന്താ എടുത്തത്? ടി ആണല്ലേ. ടിയെ നമ്മൾ 2 കൊണ്ട് ഇൻറ്റു ചെയ്തതിന് ശേഷം 1 ആഡ് ചെയ്യണം അല്ലേ? ഒരിക്കൽ കൂടി പറയാം. നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ് ഇക്വേഷൻ ആക്കി എഴുതാം. നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കിട്ടുന്നത്? ഈക്വൽസ് നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഇൻറ്റു 2 പ്ലസ് 1 അല്ലേ? നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സിന് നമ്മൾ എം എന്ന് കൊടുക്കുന്നു, ഈക്വൽസ് അതിന് അതുപോലെ കൊടുത്തു. നമ്പർ ഓഫ് ട്രയാങ്കിൾസിന് ടി എന്ന് കൊടുത്തു, ഇൻറ്റു 2 കൊടുത്തു, പ്ലസ് 1. ടി ഇൻറ്റു 2നെ നമുക്ക് എങ്ങനെ എഴുതാം? 2t അല്ലേ? അപ്പോൾ എം ഈക്വൽസ് 2t പ്ലസ് 1. ഇനി നമുക്ക് പേജ് നമ്പർ 172 ടെക്സ്റ്റ് ബുക്ക് എക്സസൈസുകൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു. വി ക്യാൻ മേക്ക് സ്ക്വയേഴ്സ് ഓൾസോ വിത്ത് മാച്ച് സ്റ്റിക്സ്. തീപ്പെട്ടിക്കോലുകൾ കൊണ്ട് സമചതുരങ്ങളും ഉണ്ടാക്കാം. വലിയ സബ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് ഞാൻ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ റീഡ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ ചോദ്യത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വി ക്യാൻ മേക്ക് സ്ക്വയേഴ്സ് ഓൾസോ വിത്ത് മാച്ച് സ്റ്റിക്സ്. തീപ്പെട്ടിക്കോലുകൾ കൊണ്ട് സമചതുരങ്ങളും ഉണ്ടാക്കാം. അതിൽ ഫസ്റ്റ് പാർട്ട്, as we go on making such squares, what is the relation between the number of squares and the number of matchsticks used? ഇങ്ങനെ തുടർന്നുണ്ടാക്കുന്ന സമചതുരങ്ങളുടെ എണ്ണവും ഉപയോഗിച്ച തീപ്പെട്ടിക്കോലുകളുടെ എണ്ണവും തമ്മിൽ എന്താണ് ബന്ധം? അപ്പോൾ ഞാനിവിടെ വരച്ചിരിക്കുന്നു, ടെക്സ്റ്റിലുണ്ട് ഈ ചിത്രം. അപ്പോൾ ഇതിൽ ഒന്നാമത് വരച്ചിരിക്കുന്ന സ്ക്വയറിൽ 4 മാച്ച് സ്റ്റിക്സ്, 4 തീപ്പെട്ടിക്കോലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടാമത് വരച്ചിരിക്കുന്നതിലാണെങ്കിലോ 1 2 3 4 5 6 7 8 അല്ലേ? ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ ഒരു റിലേഷൻ, ഇത് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, മാച്ച് സ്റ്റിക്കുകളുടെ എണ്ണവും സ്ക്വയറുകളുടെ എണ്ണവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന്. അപ്പോൾ നമുക്കൊരു ടേബിൾ വരച്ച് എളുപ്പത്തിൽ എഴുതാൻ സാധിക്കും. അപ്പോൾ സ്ക്വയേഴ്സ് എന്നും അതുപോലെ മാച്ച് സ്റ്റിക്സ് എന്നും നമുക്ക് കൊടുക്കാം. മാച്ച് സ്റ്റിക്സ്. ഇപ്പോൾ ഇവിടെ ഒരു സ്ക്വയറിന് എത്ര മാച്ച് സ്റ്റിക്സ് വേണം? 4 തീപ്പെട്ടിക്കൊള്ളി വേണം, 4 മാച്ച് സ്റ്റിക്സ് വേണം. 2 സ്ക്വയറിനാണെങ്കിലോ 8 മാച്ച് സ്റ്റിക്സ് വേണം അല്ലേ? 3 സ്ക്വയറിനാണെങ്കിലോ 12 മാച്ച് സ്റ്റിക്സ് വേണം. 4 സ്ക്വയറിനാണെങ്കിലോ 16 മാച്ച് സ്റ്റിക്സ് വേണം. എണ്ണി നോക്കിയാൽ മതി. ഇത് എളുപ്പത്തിൽ എങ്ങനെയാണ് കിട്ടുന്നത്? ഒരു സ്ക്വയറിന് 4 മാച്ച് സ്റ്റിക്സ്, അതായത് 1 × 4 ആണ് ഈ 4. അതുപോലെ 8 എങ്ങനെയാണ് കിട്ടുന്നത്? 2 × 4 ആണ് 8, 3 × 4 ആണ് 12, 4 × 4 ആണ് 16. അപ്പോൾ നമുക്ക് റിലേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? റിലേഷൻ എന്താണെന്നാണ് ചോദ്യം അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്കുകളുടെ എണ്ണം കാണാൻ എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ് ഈക്വൽസ് നമ്പർ ഓഫ് സ്ക്വയേഴ്സിൻ്റെ എണ്ണത്തിനെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യുക? 4 കൊണ്ട് ഇൻറ്റു ചെയ്യുക. സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? റൈറ്റ് ദിസ് റിലേഷൻ ഡിനോട്ടിംഗ് ദ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ബൈ എസ് ആൻഡ് ദ നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ് ബൈ എം. സമചതുരങ്ങളുടെ എണ്ണം എസ് എന്നും ഉപയോഗിച്ച തീപ്പെട്ടിക്കോലുകളുടെ എണ്ണം എം എന്നും എടുത്ത് ഈ ബന്ധം എഴുതുക എന്നതാണ്. അപ്പോൾ ഞാനിവിടെ അത് ഒന്നും കൂടി എഴുതിയിട്ടുണ്ട്. നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ് ഈക്വൽസ് നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഇൻറ്റു 4. അപ്പോൾ മാച്ച് സ്റ്റിക്സുകളുടെ എണ്ണത്തെ എന്തെന്ന് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്? എം എന്നും, ഈക്വൽ സൈൻ അതുപോലെ കൊടുത്തു. നമ്പർ ഓഫ് സ്ക്വയേഴ്സിനെ എസ് എന്ന ലെറ്റർ ഉപയോഗിക്കുക, എസ് ഇൻറ്റു അതേപോലെ കൊടുത്തു 4. നമ്മളിതിനെ ലെറ്ററും നമ്പറുമായിട്ട് വന്നാൽ നമ്പർ ആദ്യം എഴുതുക, 4s, m ഈക്വൽസ് 4s. ഇതാണ് റിലേഷൻ ലെറ്റർ ഉപയോഗിച്ച് എഴുതിയത്. ഇനി മൂന്നാമത്തെ പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് വാട്ട് കൈൻഡ് ഓഫ് നമ്പേഴ്സ് ആർ എസ് ആൻഡ് എം ഇൻ ദിസ്. ഇതിൽ എസ്സും എമ്മും ഏതു തരം സംഖ്യകളാണ്? അപ്പോൾ നമുക്ക് കിട്ടിയത് എം ഈക്വൽസ് 4s എന്നതാണ്. അതായത് എം ഈസ് 4 ടൈംസ് എസ് അല്ലേ? എസിൻ്റെ 4 ഇരട്ടിയാണ് എം. അതായത് നമുക്ക് എങ്ങനെ പറയാം? എം ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എസ് അല്ലേ? എം എന്താണ്? എസിൻ്റെ മൾട്ടിപ്പിളാണ്. തിരിച്ച് നമ്മൾ എന്ത് പറയാം? എസ് ഈസ് എ ഫാക്ടർ ഓഫ് എം. എസ് എന്താണ്? എമ്മിൻ്റെ ഫാക്ടറാണ്. ഇനി ഏത് തരം സംഖ്യകളാണ്? വാട്ട് കൈൻഡ് എന്ന് ചോദിച്ചാൽ ഇതൊക്കെ എന്താണ്? പോസിറ്റീവ് സംഖ്യകളാണ് അല്ലേ? ഇതെല്ലാം പോസിറ്റീവ് നമ്പേഴ്സാണ്, പോസിറ്റീവ് ഇൻറ്റിജേഴ്സാണ്. ഇനി നാലാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫോർ എ മൾട്ടിപ്പിൾ ഓഫ് 4 how do we calculate the number of squares that can be made with that many matchsticks?
4ൻ്റെ ഗുണിതമായ ഒരു സംഖ്യ എടുത്താൽ അത്രയും തീപ്പെട്ടിക്കോലുകൾ കൊണ്ട് ഇതുപോലെ എത്ര ചതുരം ഉണ്ടാക്കാമെന്ന് എങ്ങനെയാണ് കണക്കാക്കുന്നത്? അതായത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ് അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഇൻറ്റു 4 എന്ന് കിട്ടി. ഇത് തിരിച്ച് നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ആണ് കാണേണ്ടെങ്കിലോ, സമചതുരങ്ങളുടെ എണ്ണമാണ് കാണേണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടേ? നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ആണ് കാണേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ് തീപ്പെട്ടിക്കൊള്ളികളുടെ എണ്ണം അറിയാമെങ്കിൽ അതിനെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സ്ക്വയറിൻ്റെ എണ്ണം കിട്ടും. ഇനി 5ാമത്തെ പാർട്ടിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? റൈറ്റ് ദിസ് കാൽക്കുലേഷൻ ഓൾസോ യൂസിങ് ലെറ്റേഴ്സ്. ഈ കണക്ക് കൂട്ടലും അക്ഷരങ്ങൾ ഉപയോഗിച്ച് എഴുതുക. അപ്പോൾ നമ്പർ ഓഫ് സ്ക്വയേഴ്സിനെ നമുക്ക് എസ് എന്ന് എഴുതാം, ഈക്വൽ ടു കൊടുത്തു. നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സിനെ എം എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ 4. കണ്ടോ? 2ാമത്തെ ചോദ്യം ഇതായിരുന്നു. സബ് ക്വസ്റ്റ്യൻസ് ഒരുപാടുള്ളത് കൊണ്ട് ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഓരോന്നായി ഞാൻ വായിച്ച് ചെയ്യുന്നതാണ്. 2ാമത്തെ ചോദ്യത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വി ക്യാൻ മേക്ക് മാച്ച് സ്റ്റിക് സ്ക്വയേഴ്സ് ലൈക്ക് ദിസ് ഓൾസോ. തീപ്പെട്ടിക്കോലുകൾ ഉപയോഗിച്ച് ഇങ്ങനെയും സമചതുരങ്ങൾ ഉണ്ടാക്കാം. നോക്കൂ, ഇങ്ങനെയും ഉണ്ടാക്കാം അല്ലേ, ചേർത്ത് വയ്ക്കാം. 1ാമത്തെ പാർട്ട് ചോദ്യം എന്താണ്? റൈറ്റ് ആസ് എ ടേബിൾ ദ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ആൻഡ് ദ നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ് നീഡഡ് ടു മേക്ക് സ്ക്വയേഴ്സ് ലൈക്ക് ദിസ് ആൻഡ് ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ദീസ് നമ്പേഴ്സ്. ഇങ്ങനെ സമചതുരങ്ങൾ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന സമചതുരങ്ങളുടെ എണ്ണവും അതിനായി വേണ്ടി വരുന്ന തീപ്പെട്ടിക്കോലുകളുടെ എണ്ണവും ഒരു പട്ടികയായി എഴുതി അവ തമ്മിലുള്ള ബന്ധം കണ്ടെത്തുക. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു ടേബിൾ ഉണ്ടാക്കി ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ഒരു ടേബിൾ ഉണ്ടാക്കാം. എന്താണ്? നമ്പർ ഓഫ് സ്ക്വയേഴ്സ് എന്നും അതുപോലെ നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ് എന്നും പറഞ്ഞ് നമുക്ക് 2 ടേബിൾ ഉണ്ടാക്കാം. നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ്, 2 ടേബിളല്ല, ഒരു ടേബിൾ. ഓക്കെ, ഈ ടേബിളിൽ 1ാമത്തെ ഒരു സ്ക്വയറാണ്. ഒരു സ്ക്വയർ ഉണ്ടാക്കാൻ 4 മാച്ച് സ്റ്റിക്സ് വേണം. ഇനി 2 സ്ക്വയറാണ്. 2 സ്ക്വയറിന് എത്ര മാച്ച് സ്റ്റിക്സ് വേണം? 1 2 3 4 5 6 7 7 അല്ലേ. 3 എണ്ണം ഉണ്ടാക്കാനാണെങ്കിലോ എത്രയാ? 1 2 3 4 5 6 7 8 9 10 10 എണ്ണം വേണം. 10 മാച്ച് സ്റ്റിക്സ് വേണം അല്ലേ. ഇനിയിപ്പോൾ 4ഉം 5ഉം സ്ക്വയറുകളായിരുന്നെങ്കിലോ എത്രയാണ് വേണ്ടിയത്? നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കും? ഈ 4 എങ്ങനെയാണ് കിട്ടിയത്? 1 × 3 + 1 ആണ്. 1 × 3 എത്രയാ? 3 3 + 1 4. അടുത്തത് 2 2 2 സ്ക്വയർ അല്ലേ. അപ്പോൾ 2 × 3 + 1. ഓക്കെ, 2 × 3 എത്രയാ? 6 6 + 1 7. ഇവിടെ ആണെങ്കിലോ 10 എങ്ങനെ കിട്ടും? 3 × 3 + 1. 3 × 3 എത്രയാണ്? 9 അല്ലേ. 9 + 1 10. അപ്പോൾ 4 ആകുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 4 × 3 + 1. അപ്പോൾ 12 + 1 എത്രയാണ്? 13. 5 ആകുമ്പോൾ 5 × 3 15. 15 + 1 എത്രയാണ്? 16. ഇങ്ങനെ നമുക്ക് എന്താക്കി എഴുതാം? ടേബിളാക്കി എഴുതാം. സെക്കൻഡ് പാർട്ട് സബ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എക്സ്പ്ലെയിൻ ദിസ് റിലേഷൻ ബൈ ഡ്രോയിങ് പിക്ചേഴ്സ് ഹൗ ദ സ്ക്വയേഴ്സ് ആർ മെയ്ഡ്. സമചതുരങ്ങൾ ഉണ്ടാക്കുന്ന രീതിയുടെ ചിത്രങ്ങൾ വരച്ച് ഈ ബന്ധം വിശദീകരിക്കുക. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്നു ഒരു സ്ക്വയറാണ് ഉണ്ടായിരുന്നത് അല്ലേ. ഞാനിവിടെ വരച്ച് കാണിക്കാം. ഒരു സ്ക്വയറാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു സ്ക്വയറിന് എത്ര തീപ്പെട്ടിക്കൊള്ളിയാണ് വേണ്ടത്? 4. ഞാൻ ഇപ്പോൾ 4 ലൈൻ വരച്ചു. നമുക്ക് ലൈൻ വരയ്ക്കാനല്ലേ പറ്റൂ. ഇപ്പോൾ 4 തീപ്പെട്ടിക്കൊള്ളി ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്ക്വയർ നിർമ്മിച്ചു. അതിനെ നമുക്ക് ഇങ്ങനെ അങ്ങ് സ്പ്ലിറ്റ് ചെയ്യാം. ഇതാ ഇങ്ങനെ നോക്കൂ, ഇതൊക്കെ തീപ്പെട്ടിക്കൊള്ളിയാണെന്ന് വിചാരിക്കുക. 1 2 3. പിന്നെ എന്താണ്? ഇതാ ഒരു മാച്ച് സ്റ്റിക്കും കൂടെ അല്ലേ. അപ്പോൾ 3ഉം 1ഉം കൂടെ ചേർന്നാണ് ഇവിടെ എന്തായത്? 4 ആയത്. ഇനി അടുത്തത് 2 സ്ക്വയറുകളായിരുന്നു അല്ലേ. സ്ക്വയറൊക്കെ റെക്റ്റാങ്കിൾ ആയെന്ന് ഡൗട്ട്. ഓക്കെ, അപ്പോൾ 2 സ്ക്വയർ ആവാൻ എങ്ങനെയാണ് 2 സ്ക്വയറുകളായത്? ഇതുപോലെ 3 മാച്ച് സ്റ്റിക്കുകൾ ഇതാ ഇവിടെ 1 2 3 കണ്ടോ? അത് മാത്രം നമുക്കിവിടെ വരയ്ക്കാം. മൂന്നെണ്ണം വരച്ചു. 1 2 3. ഇനി അടുത്തത് ഈ 1 2 3 അതിനെ സെപ്പറേറ്റ് ആക്കി വരയ്ക്കുക. ഇതുപോലെ തന്നെ എന്താണ് സെപ്പറേറ്റ് ആക്കി വരയ്ക്കുക. കണ്ടോ? 3 എണ്ണം. പിന്നെ ഇതാ അവശേഷിക്കുന്ന ഒരെണ്ണം കണ്ടോ? അപ്പോൾ
ഇവിടെ ഒരു 3ഉം 1ഉം, ഇവിടെ എത്രയാണ് 2 3ഉം 1ഉം. അതാണ് ഇവിടെ 1 × 3 + 1 വരുന്നത്. അതാണ് എത്രയാണ് 4. 4 മാച്ച് സ്റ്റിക്ക് അല്ലേ. ഇവിടെ എത്രയാണ് 2 3കളാണ്. 1 2 3. ഇവിടെ ഒരു 3 ഒരു 3. അപ്പോൾ എത്ര 3? 2 3 അല്ലേ. അപ്പോൾ 2 × 3ഉം പ്ലസ് എത്രയാണ് ഒരു തീപ്പെട്ടിക്കൊള്ളി. അപ്പോൾ എത്രയാണത് 2 × 3 6. 6 + 1 എത്രയാണ് 7. അങ്ങനെ നമുക്ക് 7 മാച്ച് സ്റ്റിക്ക് കിട്ടും. അടുത്ത വരയ്ക്കുമ്പോൾ അടുത്ത നമുക്ക് 3 സ്ക്വയറുകളല്ലേ. 2 3 സ്ക്വയർ ആണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കും? ഇതിനെ 3 പാർട്ടാക്കി വയ്ക്കുക. ഇങ്ങനെ കണ്ടോ, ഇതൊരു മാച്ച് സ്റ്റിക്ക്. അതായത് 1 2 3 3 ചേർത്ത് ഒരു സ്ക്വയറിൻ്റെ കംപ്ലീറ്റ് ആയില്ല. അടുത്തത് ഇനി ഇവിടെയും 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 കൂടെ ചേർത്തുകൊണ്ട് അടുത്തത് കണ്ടോ, ഇനി ഇതും 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 കൂടി ചേർത്തുകൊണ്ട് ഇതെങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതിൻ്റെ ഒരു രൂപമാണ് കേട്ടോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കണ്ടോ, പിന്നെ ഒരെണ്ണം മാത്രം ലാസ്റ്റുള്ളത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കാം ആ മാച്ച് സ്റ്റിക്സിനെ. കണ്ടോ, അപ്പോൾ എത്ര 3 തീപ്പെട്ടിക്കൊള്ളി വീതം? 3 വീതമുള്ള 3 ഗ്രൂപ്പ് അല്ലേ. അപ്പോൾ 3 × 3ഉം പ്ലസ് എന്താണ് ഒരു തീപ്പെട്ടിക്കൊള്ളി. അപ്പോൾ എത്രയാണ് 10 ആയില്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കത് കിട്ടിയത്. മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? റൈറ്റ് ദിസ് റിലേഷൻ ഡിനോട്ടിംഗ് ദ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ബൈ എസ് ആൻഡ് ദ നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ് യൂസ്ഡ് ബൈ എം. സമചതുരങ്ങളുടെ എണ്ണം എസ് എന്നും ഉപയോഗിച്ച തീപ്പെട്ടിക്കോലുകളുടെ എണ്ണം എം എന്നും എടുത്ത് ഈ ബന്ധം എഴുതുക. അപ്പോൾ നമുക്ക് ആദ്യം ഇക്വേഷനായി എഴുതാം. നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ്, മാച്ച് സ്റ്റിക്കുകളുടെ എണ്ണം നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തിയത്? നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ് ഈക്വൽസ് നമ്പർ ഓഫ് സ്ക്വയേഴ്സ്. സ്ക്വയറുകളുടെ എണ്ണത്തെ 3 കൊണ്ട് ഇൻറ്റു ചെയ്തതിന് ശേഷം 1 ആഡ് ചെയ്തു അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സിന് എം എന്ന് കൊടുക്കുക ഈക്വൽസ് നമ്പർ ഓഫ് സ്ക്വയേഴ്സിന് എസ് എന്ന് കൊടുക്കുക ഇൻറ്റു 3 + 1. എസ് ഇൻറ്റു 3 നമ്മൾ എന്താ പഠിച്ചത്? 3s എന്ന് എഴുതുക അല്ലേ. അപ്പോൾ 3s + 1. അപ്പോൾ എങ്ങനെയാണ് റിലേഷൻ? എം ഈക്വൽസ് 3s + 1. നാലാമത്തെ സബ് ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് കൈൻഡ് ഓഫ് നമ്പേഴ്സ് ആർ എം ആൻഡ് എസ്? ഇതിൽ എസ്സും എമ്മും ഏതുതരം സംഖ്യകളാണ്? എസ്സും എമ്മും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ എം ഈക്വൽസ് 3s + 1 എന്നാണ് നമുക്ക് കിട്ടിയ റിലേഷൻ. അതായത് ഇതെല്ലാം ഇൻറ്റിജർ നമ്പറുകളാണ് അല്ലേ. ഈ ഇൻറ്റിജർ നമ്പറുകൾ എങ്ങനെയാണ് കിട്ടിയത്? അതായത് എസിൻ്റെ 3 ഇരട്ടിയോടൊപ്പം 1 ആഡ് ചെയ്ത് കിട്ടിയതാണ് അല്ലേ. അതായത് ഇൻറ്റിജേഴ്സ് പോസിറ്റീവ് നമ്പേഴ്സ് എന്ന് എഴുതാം അല്ലേ. നമുക്ക് പോസിറ്റീവ് നമ്പേഴ്സ് ഇവയെല്ലാം എന്താണ്? പോസിറ്റീവ് നമ്പേഴ്സാണ് അല്ലേ. പോസിറ്റീവ് നമ്പേഴ്സ് ഗോട്ട് ബൈ ആഡിങ് 1 to thrice എസ് അല്ലേ. എസിൻ്റെ 3 ഇരട്ടിയോടൊപ്പം 1 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? എം കിട്ടുന്നത്. അപ്പോൾ ഏത് തരം സംഖ്യകളെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് നമുക്ക് പോസിറ്റീവ് നമ്പേഴ്സ് എന്ന് എഴുതാം കേട്ടോ. ആൻസർ നമുക്ക് പോസിറ്റീവ് നമ്പേഴ്സ് എന്ന് എഴുതാം. ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. വാട്ട് ടൈപ്പ് ഓഫ് നമ്പേഴ്സ്, വാട്ട് കൈൻഡ് ഓഫ് നമ്പേഴ്സ് എന്നാണ്, ഏത് തരം സംഖ്യകളെന്നാണ് പോസിറ്റീവ് സംഖ്യകളെന്ന് എഴുതാം. അഞ്ചാമത്തെ സബ് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരുന്നത്? ഇഫ് വി ടേക്ക് എ നമ്പർ വിച്ച് ലീവ്സ് എ റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3, ഹൗ ഡു വി കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ദാറ്റ് ക്യാൻ ബി മെയ്ഡ് ലൈക്ക് ദിസ് യൂസിങ് ദാറ്റ് മെനി മാച്ച് സ്റ്റിക്സ്? അതായത് 3 കൊണ്ട് ഹരിച്ചാൽ മിച്ചം വരുന്ന ഒരു സംഖ്യ എടുത്താൽ അത്രയും തീപ്പെട്ടിക്കോലുകൾ കൊണ്ട് ഇതുപോലെ എത്ര സമചതുരം ഉണ്ടാക്കാമെന്ന് എങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത്? അതായത് ഇതിൽ നിന്ന് നമുക്ക് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ് ഉണ്ടാക്കാനാണ് അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? മാച്ച് സ്റ്റിക്കുകളുടെ എണ്ണം അറിയാമെങ്കിൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ് തന്നിരിക്കുന്ന തീപ്പെട്ടിക്കോലുകൾ എത്രയാണോ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? 1 മൈനസ് ചെയ്യുക. എന്നതിന് ശേഷം എന്ത് ചെയ്യുക? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് സ്ക്വയേഴ്സ് കിട്ടും. നമ്പർ ഓഫ് സ്ക്വയേഴ്സ് എങ്ങനെയാണ് കിട്ടുന്നത്? നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സിൽ നിന്ന് എത്ര എണ്ണോ തന്നിരിക്കുന്നത് അതിൽ നിന്ന് 1 മൈനസ് ചെയ്യുക. എന്നിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് സ്ക്വയേഴ്സ് കിട്ടും. ഇവിടെ ചെയ്തിരിക്കുന്ന ഓപ്പറേഷൻ്റെ ഓപ്പോസിറ്റ് ചെയ്യുക. ഇവിടെ നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ് കാണാൻ 3 കൊണ്ട് ഗുണിച്ച് 1 കൂട്ടുകയല്ലേ. 1 കൂട്ടുന്നതിന് പകരം എന്ത് ചെയ്യണം? ഇവിടെ നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സിൽ നിന്ന് 1 കുറയ്ക്കുക. ഇവിടെ ഇൻറ്റു അല്ലേ ചെയ്തിരിക്കുന്ന 3. ഇവിടെ എന്ത് ചെയ്യുക? നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുക. ആറാമത്തെ സബ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദിസ് കാൽക്കുലേഷൻ ഓൾസോ യൂസിങ് ലെറ്റേഴ്സ്. ഈ കണക്ക് കൂട്ടലും അക്ഷരങ്ങൾ ഉപയോഗിച്ച് എഴുതുക. ഇപ്പോൾ നമ്പർ ഓഫ് സ്ക്വയേഴ്സിന് എസ് എന്ന് കൊടുക്കുക, നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സിന് എം എന്ന് കൊടുക്കുക, മൈനസ് കൊടുത്തു,
1 എടുത്തു ഡിവൈഡഡ് ബൈ 3. ഓക്കെ, S = m - 1/3 എന്ന് കിട്ടും.